ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീച്ച് ഞാനും എന്നേട്ടും കുണിക്കിന് മാത്രമേ എണീച്ചിട്ടുള്ളൂ. അച്ചും കുഞ്ഞിനും കുണിക്കുമ്പോഴും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ റൂമിലെ എ സി ഉള്ളൂ. അപ്പോൾ അച്ചും കുഞ്ഞിനും അന്വേട്ടനും കുണിക്കും, അന്വേട്ടൻ കുണിക്ക് അച്ചു കുഞ്ഞിനും കട്ടിലും കൊടുക്കും, ഞാനും കൊടുക്കും പോലെ താഴ്ത്ത് കിടന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടി കിടന്നു. ഞങ്ങൾ എണീച്ചു വന്നു. ഞങ്ങൾ മൂന്നാളെ എണീച്ചു. എന്താ വെച്ചാൽ കുണുക്കന് 7:30-ക്കാണ് ചെണ്ട കൊട്ടുന്ന ക്ലാസ് ഇട്ട്. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു. കുണുക്കനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ തന്നെ വിളക്കെത്തിക്കട്ടെ. നമ്മളീ ലോകത്ത് രക്ഷിക്കുന്ന ലോകത്ത് ആകെ 1-2 ആൾക്കാരുള്ളൂ. അതിലൊരാളാണ് കേട്ടോ നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നമ്മുടെ കുറേ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ദൈവത്തിനോട് എണ്ണി പറക്കുകയാണ് കേട്ടോ. നമുക്ക് വേറെ ആരോടും നമുക്ക് അച്ഛനോ അമ്മയോ ആരും ഇല്ലല്ലോ നമുക്ക് വിഷമങ്ങളൊക്കെ എണ്ണി പറക്കി പറയാൻ. അപ്പോൾ ദൈവത്തിനോടൊക്കെ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ മോനോട് വന്ന് വായോ, നമ്മൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ മോനെ പഠിക്കാൻ പറ്റണേ, വേഗം തലയിൽ കയറണേ എന്നൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ച് പ്രാർത്ഥിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുണിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ അച്ചും കുഞ്ഞിനുള്ള അങ്ങനെ മൂപ്പിലവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാനും വിളിക്കാൻ പോയില്ല. അവളൊരു ഉറക്കഭ്രാന്തിയാണ്. കുഞ്ഞിൻ്റെ എപ്പോഴാണ് വിളിക്കുക, അവരെപ്പോഴാണ് എനിക്കെന്ന് വെച്ചാൽ അപ്പോഴാണ് കുണിക്കുമ്പോഴും എനിക്കുള്ളൂ. അതുവരെ കുണിക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുമെന്ന് പറയും. പക്ഷേ നമ്മളങ്ങനെ വിചാരിച്ച് പോയപ്പോൾ തെറ്റ് കുണിക്കുമ്പോൾ ഇടയിൽ കരഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അച്ഛനെ ചോദിച്ചിട്ട് അതൊക്കെ നേരെ വിളിച്ച അച്ഛനൊന്ന് അന്വേഷിച്ചിട്ടുള്ളൊരു നിലവിളിയുണ്ട്. ശരണം വിളിക്കണ പോലെ വിളിക്കും, അച്ഛാ അപ്പേ അച്ഛങ്ങനെ മാറ്റി മാറ്റി വിളിക്കണ ഒരാളാട്ടോ. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പുറത്ത് മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറിയൊക്കെ തൊട്ടു വിട്ടു. അപ്പോൾ കുണുക്ക് കുറി തൊടാണ്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വാവണിയെ കുറി തൊടുന്നു പറഞ്ഞു. എന്താ വെച്ചാൽ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ആ ചെണ്ട കൊട്ടാൻ പോകുമ്പോഴാണ് നല്ല രസമാണ്. ഞാൻ ഒരു കാവ്യമുണ്ട് ഉടുപ്പിച്ചിരിക്കണം കേട്ടോ. എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള 2-3 കാവ്യമുണ്ട് എൻ്റെ കയ്യിലുള്ള കേട്ടോ. പക്ഷെ അതൊക്കെ ചെറുതായിക്കണു. അപ്പം ഞാൻ അവനോടാണ് എന്നെ മേടിച്ച് തരാട്ടെ എന്നാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു, അത് കുഞ്ഞിയ കാവ്യമുണ്ടാണ്, പക്ഷേ മടക്കി കുത്തണ്ടല്ലോ എന്നുള്ള കാരണം അത് ഉടുപ്പിച്ച് നല്ല കുട്ടിയെ നിർത്തിയിട്ട്. അപ്പം അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മുന്നേ മുടിയൊക്കെ ഊരി ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ അന്നേൻ്റെ കുളി കഴിഞ്ഞു. അന്നേൻ്റെ ഡ്രസ്സ് മാറി അന്നേൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറി തൊട്ട് കഴിഞ്ഞാൽ അന്നേൻ്റെ കുറി തൊട്ടിടത്തില്ലെങ്കിൽ അന്നേൻ്റെ പടം കൂട്ടാം. അതെൻ്റെ ഒരു അവകാശം കൂടിയാണ്. അപ്പോൾ കുറിയൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുണുക്കിനെ കൊണ്ട് ഞങ്ങൾ കുണുക്കൻ്റെ പറ ചെണ്ട ക്ലാസ്സിന് വന്നിട്ട് ഈ കുണുക്കനെ അവിടെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. എന്താ വെച്ചാൽ അമ്പലം ഈ ചെണ്ട കൊണ്ട സ്ഥലം തൊട്ടോ ഒരു മതിലിൻ്റെ ഒരു ഇത് ഫീല് ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അമ്പലത്തിൻ്റെ നടയിലെന്താണ് ഉണക്കെ ചെണ്ടകൊട്ട് പഠിക്കുന്നത്. അപ്പോൾ ഉണക്കനാടാക്കി ഞങ്ങൾ പോയി തൊഴുതു വന്നു. അല്ലേ ചേട്ടാ? ചായ കിട്ടും നോക്കണം. ഇന്നമ്പത് ചായ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഇന്നലെ അവിടുത്തെ പൂരമായിരുന്നു, കക്കാട് പൂരമായിരുന്നു. ഇന്നലെ പൂരം കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി ഞങ്ങളും പൂരത്തിന് വന്നിട്ട് അതിന് ഞങ്ങൾക്കും ക്ഷീണം, വയ്യ, കയ്യും കാലും മേലും ഒക്കെ ഭയങ്കര വേദന, ശരീരവേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത മെരുങ്ങി വേദന. അങ്ങനെ പിന്നെ എന്ത് വിശേഷം ചേട്ടാ? എന്ത് വിശേഷം തന്നെയല്ല വിശേഷം. ചെണ്ട കൊട്ടാൻ പഠിക്കുന്നുണ്ട്, നമ്മൾ ചെണ്ടയ്ക്ക് കാവലായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കള് പറയും നിങ്ങൾക്ക് വേറെ പണിയില്ല, രാവിലെ തന്നെ കുട്ടീനെ കൊണ്ടുവിടാന്നിട്ടിങ്ങനെ കാവലിലേക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് അവർക്ക് പലരും പറയും. പക്ഷേ നമുക്കറിയില്ല നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ അല്ലേ ചേട്ടാ? അപ്പോൾ ചിലർ വിചാരം ഭാര്യയുടെ കൂടെ സൗമ്യത്തിൽ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്നേരം ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുമ്പോൾ ചിലവരുടെ വിചാരം സംസാരിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ്. ആവശ്യങ്ങൾക്ക് മാത്രം എന്നിട്ട് സംസാരിക്കാറില്ല, അനാവശ്യമായിട്ട് എന്നിട്ട് വായ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഞാൻ എന്നെ ഷർട്ട് ചെയ്യുമ്പോൾ ദേഷ്യം അന്നേട്ട് അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടറുണ്ട്. ആവശ്യങ്ങൾക്ക് എന്നിട്ട് സംസാരിക്കും, അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ സംസാരിക്കില്ല. ഇനി ദേഷ്യം കൂടിയാലും എന്നിട്ട് അത് കൺട്രോൾ ചെയ്തുള്ളൂ. സംസാരിക്കാൻ പരമാവധി സംസാരിക്കാണ്ടിരിക്കാൻ എന്നിട്ട് ശ്രമിക്കാറുണ്ട്. സംസാരിക്കാൻ അറിയാണ്ട് 56 വയസ്സ് വരെയൊക്കെ ജീവിച്ചല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കണല്ലേ, ഒന്ന് ഭാര്യയുടെ അടുക്കളയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരാണിൻ്റെ ഒരാണത്വത്തിനും ഒരു കുഴപ്പം വരില്ല. അതാണ് നമ്മൾ ലൈഫിൽ മനസ്സിലുണ്ട്. ഒരാണത്വന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, ഭാര്യനെ പറ്റിച്ച് ജീവിക്കുന്നതാണോ ആണത്വം? ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക്, ഇപ്പം അനുവേൻ്റെ വീട്ടിലേക്ക് അനുവേൻ്റെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭാര്യയെ പേടിച്ചിട്ട്
ഭാര്യയോട് പറയാണ്ട് ചെയ്യണവരുണ്ട്. പക്ഷേ എൻ്റെ അനിയന് ആ ഒരു അവസ്ഥ വേണ്ടി വന്നിട്ടില്ല. അനിയന് എന്ത് ചെയ്യണമെങ്കിൽ അത് അനിയൻ്റെ ചെയ്യാൻ എൻ്റെ വീടാണ്, അനിയൻ്റെ അച്ഛനാണ്, അനിയനും എന്നെ പേടിച്ചിട്ടോ എന്നെ മറിച്ചിട്ടോ അനിയുടെ ഇന്നേര് അനിയുടെ വീട്ടിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്നെ പേടിക്കേണ്ട കാര്യം അനിയേട്ടൻ പണിയെടുക്കുന്നു, അനിയേട്ടൻ അധ്വാനിച്ച കാശ് അനിയേട്ടൻ ആർക്ക് കൊടുക്കുന്നത് അനിയേട്ടൻ ചിന്തിക്കുന്നു. അതിലിപ്പോൾ എന്താ, അത് ഞങ്ങൾ സ്നേഹം കൊണ്ട് നല്ല നിലയ്ക്ക് പോണ ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ പണ്ട് ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യട്ടെ ചോദിക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്യണോണ്ട് എന്താണ് അത് നമുക്ക് പറ്റുന്ന കാര്യം. അതിന് ആണത്വത്തിന് അത് ഭാര്യയോട് ഷെയർ ചെയ്താലും ഭാര്യയോട് ചോദിച്ചു, അല്ലെങ്കിൽ ഭാര്യയുടെ ഡ്രസ്സ് കഴുകി അല്ലെങ്കിൽ ഭാര്യനെ അടക്കലെ ഹെൽപ്പ് ചെയ്ത് അതുകൊണ്ട് പോണതല്ല കേട്ടോ ഒരാളുടെ ആണത്വം. അത് നമ്മളെ ലൈഫിൽ ആദ്യം മനസ്സിലാക്കണം. അങ്ങനത്തെ ചിന്താഗതികളാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ആണത്തുള്ളവർക്കൊക്കെ പണി ഇപ്പൊ കിട്ടുന്നുണ്ട്. കുടിച്ച് എല്ലാരും പണി കുടിച്ച് നടക്കണതോ കാശ് വെച്ച് ചീട്ട് കളിക്കണതല്ല ഒരു ആണിന്റെ ആണത്വം. ഒരു ഫാമിലി എങ്ങനെ ഭംഗിപ്പോരെ കൊണ്ടുപോകാം അതാണ് ആണത്വം. ഒരു ഭാര്യനും മക്കളേനും ഒരേ കുടക്കീഴിൽ എങ്ങനെ കൊണ്ടുപോകാം അതാണ് ആണത്വം. മനസ്സിലായി? അല്ലാണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഒളിച്ചോ മറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അനിയേട്ടൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത്, അനിയേട്ടൻ അനാവശ്യമായിട്ട് ഒരു കാര്യം വായ തുറക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ തുറക്കുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഇത്രയും ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി തന്നെ. അത് നോർമലായിട്ട് അങ്ങനെ ഒരുപാട് വളവളാന്ന് സംസാരിച്ച് കേൾക്കണ ചിലർ നോർമലി വളവള സംസാരിക്കും, ചിലർ സൈലൻ്റ് ആയിട്ടുള്ള പ്രകൃതം, പലരും പല പ്രകൃത. അതുകൊണ്ട് സംസാരം കുറഞ്ഞു എന്ന് ചിലർ ഒരു 10 ആൾ ഇരിക്കുന്നതിൻ്റെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ മാറ്റുക. മനസ്സിലായ? സംസാരിക്കാൻ എല്ലാവർക്കും എല്ലാവരെ പോലെ അറിയാം. ദൈവം എല്ലാവർക്കും നാവ് കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ തന്നെയാണ്. മനസ്സിലായ? അപ്പം സംസാരിക്കാനൊക്കെ ആവശ്യം വരുമ്പോൾ ആവശ്യമുള്ളടത്ത് ഞങ്ങൾ സംസാരിക്കും. അത് ആവശ്യം വന്നു അത് പഠിക്കില്ല ലൈഫിൽ. ഇപ്പം ഞാനായാലും അനായിട്ടായാലും അനാവശ്യമായിട്ട് ഒരു തെറിയോ കാര്യങ്ങളോ ഞങ്ങളുടെ ലൈഫിൽ എത്ര തല്ലോട്ടം മടക്കണമെങ്കിലും അനാവശ്യമായിട്ട് തെറികളോ കാര്യങ്ങളോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റാറില്ല. മാന്യം മര്യാദയായിട്ട് തല്ലുണ്ടാക്കുക അത്രയാണ്. തല്ലോട്ടം കാര്യങ്ങൾ മടക്കമൊക്കെ ഞങ്ങളുടെ ലൈഫിലുണ്ട്. അത് അനിയേട്ടൻ്റെ അവർക്ക് ഇത്ര കൊടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ കേസിലൊന്നും തല്ലോട്ടുണ്ടാവാറില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മളിപ്പോ വീഡിയോയില് പറയും നമ്മളെ കാര്യമായിട്ട് തല്ലൂടെ എടി പോടി എന്നുള്ള വർത്താനം നമ്മളില്ല. എടി പോടി അങ്ങനെയുള്ള സംസാരം. അതുകൊണ്ട് നാളെ കുണിക്കാനൊക്കെ വായന എന്തെങ്കിലും വരുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടി എന്നാണ് ഞാൻ വിളിക്കും. പിന്നാലെ തന്നെ അവരൊരു ചെറിയ വാക്ക് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും നല്ലത് കേട്ടു. എവിടെ നിന്ന് കിട്ടി എന്താ വെച്ചാൽ അത് ഇവിടെ നിന്ന് കിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു വാക്ക് കിട്ടില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മനസ്സിലായോ? പൊന്നിനും കുഞ്ഞിനും കുട്ടിക്കാലത്ത് ചില കുട്ടികൾ പോണ പട്ടിയെ നായി അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ ഇതിൽ പറയണതല്ല കേട്ടോ. ചില കുട്ടികൾ ചെറിയ ഇപ്പത്തിൽ പറയും. അപ്പോൾ നമ്മൾ കുട്ടിയല്ലേ ഇപ്പം അതുപോലും പൊന്നോ കുഞ്ഞിനോ കുടിക്കോ പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല. ഇടയിൽ ഇപ്പോൾ കുടിക്കും ഒന്ന് സംസാരത്തിൽ ഒരു വഴിത്തെ അത് ഞങ്ങളുടെ കൂടെ അല്ലാത്തപ്പോൾ എന്താണ് ആ സംസാരം വന്നത്, ഞങ്ങളുള്ളപ്പോൾ ആ സംസാരമായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ വീട്ടിൽ നിന്നല്ല, അത് പുറത്തുനിന്ന് എവിടെ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സംസാരിച്ചില്ല. അത് എവിടെ നിന്ന് എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനെ അനുവദിക്കാറില്ല. മനസ്സിലായി? അപ്പോൾ ആണത്വം എന്ന് പറയുന്നത് മനസ്സിലായ അത് അങ്ങനെ. ഇനിയിപ്പോൾ കുഞ്ഞിനെ ചെറ കിടന്നതുകൊണ്ട് അവർ കുണിക്കീനെ കൊടുത്തിട്ട് കുണിക്കാണ് കിടന്നതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഒരാളും കൂടി ഉണ്ട് ഗസ്റ്റ്. പൊന്നു വർക്കിന് പോയി നമ്മുടെ കാത്തുമ്പോൾ നമുക്കുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ 8 മണിക്ക് പോകണമെന്ന് തോന്നുന്നു പൊന്നിന്. അങ്കമാലി തോന്നുന്നു അവിടെ അപ്പോളയുടെ അവിടെ എന്ന് പറഞ്ഞു. എത്തണ്ടേ അങ്ങനെ പറഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ പൊന്നിന് വർക്കുണ്ട്. അപ്പോൾ പൊന്നു പോകുമ്പോൾ പൊന്നിൻ്റെ സ്വത്തിന് ഞങ്ങളുടെ തരും. സ്വത്താണെങ്കിൽ 1.5 മുതല സ്വത്ത്. അമ്മമ്മ കാറ്റൂന് തരാണ്ട് തിന്നൂല്ലേ. ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പം അന്നേട്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ വീഡിയോ ഇങ്ങനെ റൂമ് എന്നിട്ട് പോയി. എന്നിട്ട് അവിടെ കുഞ്ഞിനോട് പറയണത് ഞങ്ങൾ കേൾക്കുക. അപ്പൊ അമ്മ ഫോണിൽ കളിക്കാത്ര ഇവർക്ക് ഫോൺ കൊടുക്കില്ലല്ലോ കളിക്കുക. അപ്പൊ എന്നിട്ട് പോക എവിടുന്ന വാർത്തകൾ പറയണെന്ന് അറിയില്ല. എപ്പോഴും പറയാം അനാവശ്യമായിട്ടുള്ള കാത്തുമ്മയുടെ വയന്ന് പോലും അങ്ങനെ വരില്ല. പക്ഷെ അവിടെ പറയുന്ന കാര്യം അമ്മമ്മ അങ്ങനെ ചെയ്തില്ല അല്ലേ, അമ്മമ്മ അങ്ങനെ വന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ച് നമ്മുടെ വീട്ടിൽ ജെങ്ങിനെ കുണുക്കി കാർത്തു ദേഷ്യത്തിന് കുണുക്കിനെ
എന്തെങ്കിലും മേമാന്ന് ഉണ്ണീന്ന് തന്നെ വിളിക്കാറ്, ഡീന്നൊന്നും ഇതുവരെ ഇടാന്നൊന്നും വിളിച്ചിട്ടില്ല. എന്തെങ്കിലും സംസാരത്തിന് ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഷെബിഡേന്നായാലും പൊന്നിടേന്നായാലും നല്ലത് കേൾക്കും. ചെറിയ കുട്ടപ്പം ഞങ്ങൾ ചെറുതരടി പോട്ടെ കയറും. അപ്പോൾ അമ്മയച്ഛനും കൊടുക്കൽ ചീത്ത അറിയില്ല. അപ്പം നമ്മുടെ പേരക്കുട്ടീനെ കാരണം അങ്ങനെ പറയണത്. അപ്പം നല്ല ചീത്ത അറിയാം അങ്ങനത്തെ കുറച്ച് സംസാരങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുടിച്ച് 4 ആളുടെ മുന്നിൽ കാശ് വെച്ച് ചീട്ടടിച്ച് അത് അണുത്തായി എന്നാണ്. അപ്പം അനിയേട്ടൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അനിയേൻ്റെ സാലറി എത്രയാണെന്ന് എനിക്കറിയായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഭർത്താവിൻ്റെ എല്ലാം കാര്യം നമ്മൾ അറിയണം, വേണ്ടേ? അതുകൊണ്ട് ഭാര്യയുടെ മാത്രം എല്ലാ കാര്യം അറിഞ്ഞിട്ട് മതിയാ? ഭാര്യയുടെ എല്ലാ കാര്യമൊക്കെ അറിയണം, ഒരു കാര്യം ഇടപെടാൻ വേണ്ടി. പക്ഷെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല, അത് ന്യായമായിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ അനിയായിട്ട് എൻ്റെ സാലറി പറയാറുണ്ട്, അതിൻ്റെതായ കാര്യങ്ങൾ അന്നുണ്ടാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് 28-29 വർഷമായിട്ടും അങ്ങനെ തന്നെയാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. പറഞ്ഞു ഞങ്ങൾ എഴുത്തിലൂടെ ആദ്യമൊക്കെ എഴുത്തിലൂടെ ഒരു 3-4 പേജ് ആഴ്ചയിൽ 3-4 എഴുത്ത് ചെയ്തിട്ട് ഫീസിതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയായിരുന്നു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബന്ധം അങ്ങനെയാണ്. അതൊരു ആണത്തക്കുറവുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അല്ലാണ്ട് 4 ആൾക്കാർ ഇങ്ങനെ കുടിച്ചു വന്ന് ഇരുന്ന് ആടിയിട്ടും അതല്ല ആണത്തം. അത് ആ ആണത്തം എനിക്ക് ലൈഫിൽ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു ആണത്തം. ഞാൻ കല്യാണം ചെയ്യുമ്പോൾ അതിനോട് വന്നാലും കുടിക്കണോട് എനിക്ക് ഇഷ്ടക്കുറവില്ല, കുടിക്കാം, അത് വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ 10 ആളുടെ ഇടയിൽ കയറുന്ന കുടിച്ച് വളാന്ന് സംസാരിക്കുന്നതോ ബാറിൽ പോയിരുന്ന് കൂട്ടുകെട്ട് കുടിക്കണതോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ തീർച്ചയായും ഏട്ടനോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഏട്ടൻ്റെ ഇഷ്ടാനിഷ്ടം ഇഷ്ടം പോലെ കാരണം എന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ കാര്യം ഇങ്ങനെയാണ്. അതാ ഞങ്ങൾ തമ്മിലുള്ളൊരു പരസ്പരം ഒരു ഇപ്പം എൻ്റെ കുറേ ഇഷ്ടം തന്നെയാണ് അതിനായിട്ട് ജീവിക്കുന്നത്, എൻ്റെ കുറേ ഇഷ്ടം തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ. തമ്മിൽ ഞങ്ങൾ രണ്ടാളും ഇഷ്ടങ്ങൾക്ക് ഞങ്ങളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടങ്ങൾ മനസ്സിലാക്കാണ്ട് പോണ ആൾക്കാരല്ല ഞങ്ങൾ. അപ്പം അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് കത്തിന്റെ ഒരു മറുപുറം ഇനി കടക്കുന്നു. ശരി, ഇനി ഭാഗ്യം കാണാം. അങ്ങനെ ഇവനെ കുണക്കിനെയും കാത്തിരുന്ന് ഞാൻ 2 വണ്ടിയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോട്ടോ. പോസ്റ്റ് രാവിലെ നേരമായിരിക്കുന്നു, പ്രത്യേകിച്ച് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കാറിലിരിക്കട്ടോ. അങ്ങനെ കാറിലിരുന്നു ഞങ്ങൾ. എന്തൊക്കെയോ ഇനി തൃശ്ശൂർ പൂരമുണ്ട്, പാവർട്ടി പള്ളി പെരുന്നാൾ, പിന്നെ എന്താ പൂരമുള്ള കേട്ടാ, കാട്ടാക്കാമ്പാല് പൂരം. അങ്ങനെ ഇനി 3 ഉത്സവം കൊണ്ട് ഉണ്ടെന്ന് ഇങ്ങനെ പറയട്ടെ. അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന ശേഷം നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടില്ല. ഞാൻ കടലൊക്കെ വേവിച്ചു. കടലിൽ സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു, കറിവേപ്പിലൊക്കെ ഇട്ടു, മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൂടി ഒരുമിച്ച് വേവിച്ച് വെച്ചുട്ടാ. വെന്ത കടല ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു വിട്ടാൽ. അപ്പോൾ ഈ നാളികേരം ഞാൻ പെരിഞ്ചീരകം ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരയ്ക്കാൻ പറ്റാണ്ട് കുറേ നേരം നിന്നു. എന്താ വെച്ചാൽ കറണ്ടില്ലാത്തന്നെ അരയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കുറേ നേരം ഇരുന്ന് ഞാൻ അപ്പം എന്ത് ചെയ്തു, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യില്ല. മുതല വേവിച്ച് വെച്ചു, കടൽ വേവിച്ചു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ചൊക്കെ ചക്കക്കൂരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാൾ തറവാട്ട് പോയപ്പോൾ കുറച്ച് ചക്ക കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു 5-10 ചക്കക്കൂര ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നന്നാക്കി വെച്ചു കേട്ടോ. അതിനാണ്ട് ചക്കക്കുരു ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരിയുടെ കറി എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെ. പിന്നെ അതിന് കുറച്ച് കടലയും കൂടി ഇട്ട് അരച്ച് ഒഴിച്ചു കേട്ടോ. അരപ്പും ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കടലക്കറി ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ പുട്ടിനുള്ള പൊടി നമ്മുടെ പുട്ടുകുറ്റിയിലിട്ട് പുട്ടുണ്ടാക്കണം കേട്ടോ. കറണ്ട് വന്നപ്പോൾ പിന്നെ ഭയങ്കര ആവേശമായി പണി കൊടുക്കുക. എന്താ വെച്ചാൽ ചില സമയത്ത് കറണ്ട് കട്ടിങ്ങുള്ള ടൈമിൽ ചിലപ്പോൾ കറണ്ട് പോയി വന്നിങ്ങനെ ഇന്ന് 2 ദിവസമൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. കറണ്ട് പോവുക വരിക അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചെറുപട വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടല കറി കാച്ചാൻ പോവാണ്. കടുകും കറിവേപ്പിലും വറ്റൽമുളകൊക്കെ ഇട്ട് കടല കാച്ചിട്ട്. അപ്പോൾ ഒരുപാട് കട്ടിയിലല്ല കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത്, ചെറുതായിട്ട് ലൂസാക്കിയിട്ടാണ് കേട്ടോ. പക്ഷേ എന്നാലും ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഒരു കടലക്കറി. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. റെസിപ്പി വേണമെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ വന്നു, മീനൊക്കെ മേടിച്ചു വിട്ടാൽ. അച്ചുവിനെ പറ്റിയ മീനൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ചെമ്മീനും കുഞ്ഞുമത്തി ഉണ്ടായിരുന്നു. പിന്നെ ഏട്ട ഉണ്ടായിരുന്നു എല്ലായിടത്തും. ഏട്ടാന്ന് പറഞ്ഞൊന്നും എനിക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ അവിടെ ഏട്ടാന്നാണ് പറയാം. പക്ഷേ അതിൻ്റെ വയറുഭാഗം അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് മേടിച്ചില്ല. 1/4 കിലോ ചെമ്മീനും 1/2 കിലോ കുഞ്ഞുമത്തി മേടിച്ചു വിട്ടാൽ. പിന്നെ മാങ്ങ ഇന്നലെയൊക്കെ മഴയത്തൊക്കെ മാങ്ങ വീഴാട്ടോ, വാടിയിട്ട് പച്ചമാങ്ങകൾ വീഴാട്ടോ. പഴുത്തിട്ടൊന്നുമല്ല, പച്ചയ്ക്ക് വീണ്ടും പഴുത്തത് വീഴുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, മാങ്ങയൊക്കെ പറക്കി കൊടുന്ന് കഴുകി ഉണക്കി അത് തുടച്ച് എന്നിട്ട് ചെത്തി അച്ചാറിന് പാകമാക്കി തരിക കേട്ടോ. എന്നിട്ട് നമുക്ക് അച്ചാറിട്ടിട്ട് അച്ചാറിട്ട ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക.
ഉപ്പൊക്കെ പിടിച്ചതിൻ്റെ ശേഷം ഒരു 2 മണിക്കൂർ പുറത്ത് വയ്ക്കുക. ഇന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ എത്ര നാൾ വേണമെങ്കിൽ അച്ചാർ ചെയ്യുന്നുള്ളൂ. ഞാൻ പിന്നെ അച്ചാറിൽ ഒരുപാട് സ്വർക്കയോ എണ്ണയോ അങ്ങനെ ഓയിലുകളോ ഒന്നും അധികം യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. ഒന്നിനും എണ്ണ നല്ലോണം സ്വർക്കൊക്കെ യൂസ് ചെയ്യണം. ഇങ്ങനെ അതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അച്ചാർ അതവിടെ എല്ലാവർക്കും ഇഷ്ടവും. ഒരുപാട് എണ്ണയുടെ സ്മെല്ലോ സ്വർക്കയുടെ പുളിയോ ഒന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അനിയേട്ടൻ നല്ല കുനുകുനാന്ന് വാങ്ങരുതിൻ്റെ കേട്ടോ. അപ്പോൾ അനിയേട്ടൻ പറയും, നീ പണിയെടുക്കുന്നത് മാത്രം എടുക്കുള്ളൂ, ഞാൻ പണിയെടുക്കുന്നത് കാണാനായിട്ട് അനിയേൻ്റെ അടുത്ത് ക്യാമറ തിരിച്ച് വെച്ചാട്ടാ. അങ്ങനെ നമ്മൾ ഈ ചെമ്മീനൊക്കെ നന്നാക്കി അനിയേട്ട ചെമ്മീനിലേക്കുള്ള മാങ്ങ നന്നാക്കിയിട്ട് മൂവാണ്ടനായിക്കാനും വലിയ പീസായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് അരിഞ്ഞ് പോകട്ടാ. ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. 1/4 കിലോ വലിയ ചെമ്മീനാട്ടോ, നല്ല വലിയ ചെമ്മീനായിരുന്നു. അങ്ങനെ ചെമ്മീനിലെ ചട്ടിയിൽ മുളകിൻ്റെ ഒരു കളറ് കാണുന്നത് ഇപ്പം ഇട്ടത് വലിയൊരു കഷ്ണം ഇഞ്ചി 3-5 ചുവന്നുള്ളി ചതച്ചിട്ടാട്ടോ. മുളകിൻ്റെ കളറാണ് കുഞ്ഞുമത്തി അതിൽ മസാല പറ്റിയിട്ട് ഞാൻ പ്ലേറ്റിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ കേട്ടോ. പിന്നെ എൻ്റെ കൈ കൊണ്ട് 2 പിടി നാളികേരം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, ഒരു പകുതി തക്കാളി ഇത് കൂടിയിട്ട് നന്നായി മിക്സിയിലിട്ടിട്ട് അരക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ചാന്ത് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോകളിലോടും കമൻറ്റുകളിലോടും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം കേട്ടോ. എങ്ങനെ മീൻകറി വെച്ചാലും നന്നാവണില്ല, മീൻകറി വെച്ച ടേസ്റ്റ് ആവണില്ല എന്നിട്ട്. അപ്പോൾ എത്ര മീൻകറി വെക്കാറിയാത്തവർക്കും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ രീതിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറികളൊക്കെ. ഒരുപാട് ആൾക്കാരോട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകറി അതിന് വെച്ച ടേസ്റ്റ് ഉണ്ടാവാറില്ല, മീൻകറി നന്നാവാറില്ല, ചേച്ചിയുടെ മീൻകറി വെച്ചതിന് ശേഷമാണ് നന്നായി തുടങ്ങിയത്. ഒരുപാട് ആൾക്കാരോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ടു, അരപ്പൊക്കെ അരച്ച് കൊടുന്ന് ഒഴിച്ചു. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് എത്രയാണ് നമ്മുടെ കറിക്ക് മീൻകറിക്ക് കട്ടി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ മീൻകറി സെറ്റ്. ഇനി ചക്കക്കുരുക്ക് മാങ്ങി ചക്കക്കുരു വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത് അന്വേട്ടൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലിങ്ങനെയല്ല, എൻ്റെ വീട്ടിൽ പരിപ്പിട്ടിട്ട് മുരിങ്ങക്കായും ചക്കക്കുരുയാണ് വെക്കുക കേട്ടോ. നാളികേരം അരച്ച് വെച്ചിട്ട് ഇത് തന്നെ എൻ്റെ വീട്ടിലേക്കാണ് എനിക്കിഷ്ടം കേട്ടോ. മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചു. വെന്ത് വന്ന ചക്കക്കുരു ജസ്റ്റ് ആ കയ്യിൻ്റെ കണകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് ഇട്ടു കേട്ടോ. എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ രാത്രികളിലത്തെ ഞങ്ങളുടെ കറിയായിരുന്നു കേട്ടോ ഈ ഒരു കറി. രാവിലത്തെ കറി ഉച്ചത്തെ കറി ഒന്നും കഴിക്കില്ല. അപ്പോൾ രാത്രി ആകുമ്പോൾ വീണ്ടും കറി ഉണ്ടാക്കണം. അപ്പോൾ ആ നേരത്തെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ ഈ ചക്കക്കുരു വാങ്ങി. അങ്ങനെ നമ്മുടെ കുഞ്ഞുമത്തീനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇത് ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നിരത്തി കെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 ട്രിപ്പായിട്ട് ഇടാനുള്ളതില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ചോദിച്ചു ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാം. പിന്നെ വലിയ മത്തിയല്ലല്ലോ, ഞെരുന്ത് കുഞ്ഞ മത്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഇടയിലൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ കിടത്തി അതും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇവിടെ മുതിരിപ്പേരി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ എന്തിനാ ഇത്ര തരം കറി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചു ചെമ്മീൻ കറി കൂട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കിയത്. പക്ഷേ അച്ചു ചെമ്മീൻ കറി കഴിക്കില്ലാത്ത അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ 10 ചക്കക്കുരു വാങ്ങിയപ്പോൾ അന്വേട്ടന് ഭയങ്കര ആഗ്രഹമായിട്ട് അന്വേൻ്റെ വീട്ടിലെ കറികളൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അന്വേട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. പിന്നെ എന്ത് കറി ഉണ്ടെങ്കിലും ഒരു ഉപ്പേരി നമ്മുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കറികളൊക്കെ ബാക്കിയാണെങ്കിൽ നാളെ നമ്മൾ കറി വെക്കില്ല, അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കറി കാണുമ്പോൾ ഇന്നലെ ഒരു ദിവസം ഇപ്പോൾ ഇത്ര കറി വെക്കണേന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ബാക്കിയാണെങ്കിൽ നമുക്ക് 2 ദിവസത്തേക്ക് ഞങ്ങൾ ഈ കറി എടുക്കും. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയിരിക്കും അടുപ്പത്തിട്ടിട്ട് 5 മിനിറ്റ് തിളപ്പിച്ച് വറ്റിച്ചതിലേക്ക് നമ്മൾ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലും കൂടി കാച്ചി കൂട്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയും വറ്റി വന്നപ്പോൾ മീൻകറി ഇതാ ചുവന്നുള്ളിയും കറിവേപ്പിലിട്ട് കാച്ചി അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയും ഇട്ട ചെമ്മീൻ കറി സെറ്റ്. നല്ല ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്. പൊറോട്ട സൂപ്പറാട്ടോ. അപ്പോഴേക്കും മാങ്ങ ഞാൻ അതിനായിട്ട് അരിഞ്ഞ് വെച്ചതിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുളകും പൊടിയും കായപ്പൊടിയും ഉലുവ പൊടിയും ഇട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് അതങ്ങനെ ചൂടോടക്കൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട്. ഇതാണ് എൻ്റെ മാങ്ങാച്ചാർ, പെട്ടെന്ന് ഉണ്ടാക്കണ മാങ്ങാച്ചാർ കേട്ടോ. ഉപ്പിട്ട് വെക്കണത് എന്തിനാ വെച്ചാൽ ആ ഉപ്പിൻ്റെ മാങ്ങയുടെ ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഗ്രേവി ഉണ്ടായിക്കോളൂ കേട്ടോ. കുറച്ചുകൂടി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉപ്പ് ശരിക്കും ഇറങ്ങും കേട്ടോ. അപ്പോൾ അച്ചു ചെമ്മീൻ കറി കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാങ്ങ മഴയത്ത് വീണിട്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഇന്നാൾ വെച്ച മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഞ്ഞിനും അച്ഛനും ഷെബിക്കും പൊന്നൂനും കുണുക്കനും അനുവേട്ടനും ഭയങ്കര ഒരു ചട്ടി മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 6 മാമ്പഴം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല, അതാണ് ഉണ്ടാക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട മാമ്പഴ പുളിശ്ശേരിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട തെളിയും.
അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയാൽ കുഞ്ഞാണ്ട് നോക്കട്ടെ. അപ്പോൾ കുഞ്ഞ് എന്നോട് ഇപ്പോൾ പറയട്ടോ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്ന മാമ്പഴ പുളിശ്ശേരിയൊക്കെ പാത്രത്തിൽ തുടച്ച് നക്കിയിട്ടാട്ടമ്മ ഞാൻ ഒഴിവാക്കിയുള്ളൂ, ഫുള്ള് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇത് കഴിച്ചാൽ കുഞ്ഞൻ പറയണത് അതാണ് കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ കണ്ട, അതിങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചു എന്നാണ് പറയണത് കേട്ടോ. എന്തായാലും നമ്മുടെ മക്കൾ വന്ന് കണ്ട ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെറിയ ചെറിയ തെറ്റുകൾ അവർ പ്രായമില്ലായ്മ ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ പുറത്ത് ആ സമയത്ത് നമുക്ക് പ്രതികരിക്കും. പിന്നെ പുറത്ത് സഹിച്ച് എന്നാൽ ഇതെല്ലാവരും സ്നേഹത്തോട് ഒരുമിച്ച് ഒരുപാട് വർഷം പോകേണ്ടി എല്ലാവരും പ്രാർത്ഥന വേണം. അല്ല നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് ആ ഒരു മനസ്സിന് സന്തോഷം കാരണം. പക്ഷേ എമ്മയും പോലില്ലാത്ത കാർത്തുമ്മില്ലാത്തതിൻ്റെ ഒരു വിഷമം കേട്ടോ. കാർത്തുമ്മേനെ കൊണ്ടാക്കി, പക്ഷേ കാർത്തുമ്മയ്ക്ക് അറിയാം അമ്മയും അച്ഛനും വർക്കിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പിന് കാറിൽ കയറ്റിയ ആൾ വാശി പിടിച്ചിട്ട് അവരുടെ കൂടെ തന്നെ പോയിട്ട് അവൾക്ക് വർക്കിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്യണതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ആശാത്തിക്ക്. പെണ്ണല്ലേ വർഗ്ഗം, അതങ്ങനെയല്ലേ ആവുള്ളൂ. അങ്ങനെ പുട്ടും കടലയും നല്ല ഇഷ്ടത്തോടൊക്കെയാണ് കേട്ടോ എല്ലാവരും. ഞാൻ ആ പുട്ടിൻ്റെ പൊടി കുറച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് കടലക്കറി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, നല്ല മാങ്ങിട്ട ചെമ്മീൻ കറി ഉണ്ട്, നാളികേരം അരച്ച് വെച്ച് നല്ല മാങ്ങിട്ട ചെമ്മീൻ കറി കേട്ടോ. പിന്നെ നല്ല കുഞ്ഞുമത്തി വറുത്തത്, പിന്നെ ധനുവേൻ്റെ വീട്ടിലെ സ്പെഷ്യൽ ചക്കക്കുരു മാങ്ങിയിട്ട കറിയാണ് കേട്ടോ. പിന്നെ മുതിരപ്പേരി, നല്ല മാങ്ങച്ചാറ്, ഇത് പിന്നെ കടലക്കറി കേട്ടോ. രാവിലെ ഉണ്ടാക്കി കടലക്കറി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പിന്നത്തെ ഉച്ചത്തെ ഊണിന് ഇതാണ് കേട്ടോ നമുക്കുള്ള ഫുഡുകൾ. അങ്ങനെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇവിടെ അച്ഛനും മോളും നമ്മളൊരു ചെറിയ അടിയാണ് കേട്ടോ. വേറെ ഒന്നിനെ കുണുക്കിയിരിക്കുന്ന സെറ്റിയുടെ സൈഡിൽ രണ്ടാൾക്കും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കണം. നമ്മൾ രണ്ടാളോട് എന്ത് പറയും? അങ്ങനെ അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇത് തുടച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫുഡൊക്കെ കൊണ്ട് മേശമേച്ച് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ. ആഞ്ഞേട്ടൻ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഈ വീഡിയോയുടെ പകുതി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി പകുതി ഇപ്പോഴാണ് കേട്ടോ, ചോറിൻ്റെ ഒക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിനായിട്ട് അടിച്ച് തുടയ്ക്കുന്നതിനോട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ കുണുക്കുമോനെ ചോറിനാണ് കേട്ടോ. ആദ്യം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാറ്. പക്ഷേ ഈ കുണുക്കുമോ ഒറ്റയ്ക്ക് ചോറിന് കഴിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ റീൽസ് ഇല്ല, ഊണ് കഴിക്കാൻ ഒരു റീൽസ് അറിയില്ല, അതുപോലെ ഊണ് കഴിക്കാൻ അവനൊരു ആഗ്രഹം വീഡിയോ എടുത്തു തരും അമ്മ എന്ന് വെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവന് കിണ്ണത്തിൻ്റെ ചോറൊക്കെ ഇട്ട് അവിടെ അപ്പുറത്ത് അച്ചു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കുണുക്ക് കഴിക്കില്ലെന്ന് അറിയാണ്ട് അടക്കം കഴിച്ചു പോയിട്ട് ചക്കക്കുരു ഇത് ആദ്യമായിട്ടാവും കുണുക്ക കഴിക്കണ്ടാവും. ഈ കറി ചക്കക്കുരു മാങ്ങിയിട്ട കറി ആദ്യമായിട്ടാവും. പക്ഷെ രസം കുണുക്ക എങ്ങനെയുണ്ട് കുണുക്കൻ്റെ പ്ലേറ്റ്? അവൾക്ക് കൊടുക്കാതെടുക്കും. കുശിമ്പിപ്പെണ്ണ നീ നാളെ നിനക്ക് ഓക്കെ. ഉണക്കന്നെ ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരിയൊക്കെ അല്ല ഉണക്ക. ഉണയിക്കാ കുഞ്ഞ്, ഉണയിക്കാ കുഞ്ഞോ. ആ അപ്പച്ചൻ അങ്ങോട്ട് പോയി. അപ്പച്ചൻ്റെ തുണയ്ക്ക് ആരാ? അപ്പച്ചൻ്റെ തുണയ്ക്ക് ആളൊക്കെ ഉണ്ടല്ലോ. എവിടെ? താങ്ങാമ്പുഴ സീസണാ. ഇഷ്കുണ്ടോ? ഒരു കുറ്റി പുട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ. 3 വർഷം ഒരു കുറ്റി, ഞാൻ 2 വർഷത്തെ ഒരു കുറ്റി പ്രശ്നം കഴിക്കും. എന്ന് വെച്ചിട്ട് ഇവര് എണ്ണ നോക്കിട്ട് കഴിക്കുക. അത് മാത്രല്ല കൊറേ നാളായിട്ട് കടലക്കറിയും പുട്ടും കഴിച്ചിട്ട് അത്യാവശ്യം കഴിച്ചു. സൂപ്പറല്ല? സൂപ്പർ. അതുകൊണ്ട് വിശക്കുന്ന പക്ഷേ ഫുഡ് കണ്ടാ കഴിക്കും. അങ്ങോട്ട് കഴിക്ക നീ ബാക്കി പിന്നെ കഴിഞ്ഞില്ലേ? പൊന്നേച്ചിനെ വിളിച്ചു നോക്കി, പക്ഷെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പൊന്നേച്ചി തന്നെ ഞാൻ വന്നിട്ട് ചോറിന് വെച്ചിട്ട് വേറെ നേരം അങ്കമാലിയ വർക്ക് 6:30 മണിയാവും എത്താൻ. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇനി ചേട്ടനും വർക്കുണ്ട്. ചേച്ചിയുടെ കഴിഞ്ഞിട്ടാണ് ഇനി ചേട്ടന് കൈ വെക്കാൻ ചെക്കൻ്റെ മൊത്തം. ഭക്ഷണം കഴിക്കാനൊന്നുണ്ടാവും. ഇലക്ഷനേക്കാളും ഇനി വിഷയമല്ല എന്തിനാ ആവും 9 തീയതി പറ്റുമോ? സൂപ്പർ. കുറച്ച് ഗാനമേള രാത്രിയാടാ.
ഞാനിവിടെ പകലല്ലോ രാത്രി അല്ലേ. പന്ത് കെട്ടണ്ട എന്നിട്ട് കൊടുക്കാം നമ്മള് പോകുമ്പോ പണിക്കാരുണ്ടെന്നില്ലേ. നമുക്കെല്ലാം കഴിക്കാം. കുഞ്ഞാനും മോട്ടർ കൊണ്ട് പോരാ. എനിക്കൊരു ഉരുളായിരുന്നു, കുഞ്ഞിനൊരു ഉരുള കൊടുത്തു. ഞാൻ അച്ഛനില്ലേ അച്ഛാ. അങ്ങനെയാണ് എല്ലാവരും ഊണ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അതിനായിട്ടൊപ്പം വരും കേട്ടോ. അപ്പം നമ്മുടെ കുണക്കൻ്റെയിലുള്ള ഒരു പ്രത്യേക സ്വഭാവമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഊണ് കഴിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഓരോ ഉരുളോട് കൂട്ടും. അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം നമ്മൾ ഊണ് കഴിക്കും കേട്ടോ. അപ്പം എനിക്ക് ആദ്യം തന്നു, പിന്നെ കുഞ്ഞിന് കൊടുത്തു, ഇപ്പം അച്ഛന് കൊടുത്തു കേട്ടോ. അങ്ങനെ കുണുക്കൻ്റെ ഊണ് കഴിക്കി കഴിഞ്ഞ് വരണടിക്ക് കുണുക്കൻ്റെ ചോറും ഉണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആ പ്ലേറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് വെറുതെ പ്ലേറ്റിൽ മുഷിക്കായിട്ട് കഴിച്ചു. അങ്ങനെ ഈ കുണുക്കൻ ചോറൊക്കെ ഉണ്ട്, പ്ലേറ്റ് ക്ലീൻ ആക്കിയപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഏട്ടോട് പറഞ്ഞു എനിക്ക് കുറച്ച് ചോറിട്ടിരിക്കും. അപ്പോൾ ഞാൻ ആകെ ഇത്ര ചോറുണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ചോറിട്ട് 2ാം പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിക്കരുത്, കുണുക്കമുണ്ട് അതേ പ്ലേറ്റിലായിട്ട് ഞാൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തു. ഇനി അതിലേക്ക് എനിക്ക് ഇത്രയും ചോറ് ഉണ്ടെന്നില്ല, പക്ഷേ എനിക്ക് അനുവരുടെ വീട്ടിലുണ്ടാകുന്ന ചക്കക്കുരു മാങ്ങി കറി കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇരുന്നിട്ടാ. അങ്ങനെ ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ല, നേരെ നമ്മുടെ ചക്കക്കുരു മാങ്ങി കറി അപ്പോഴേക്ക് തന്നെയായിട്ട് കുറച്ച് വേണമെന്നാണ് അതിനായിട്ട് കൊടുത്തുട്ടാ. അങ്ങനെ ഇന്ന് ചക്കക്കുരു മാങ്ങയൊക്കെ പറക്കിയിട്ടിട്ട് അത് ഇങ്ങനെ കൂട്ടി കഴിക്കട്ടോ. അതിൽ പരിപ്പോ നാളികേരോ ഒന്നും ഇല്ലാതെ വെറും ചക്കക്കുരു മാങ്ങി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കാച്ചി കൂട്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ഒരാൾക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് ഭയങ്കര സുഖമായിട്ടോ. അങ്ങനെ കൈ വെക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയട്ടെ. അതിൽ ഏതൊരു കറിയിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ ഞാൻ റെസിപ്പി ഇടാറ്. അപ്പോൾ ഒരു ചെറിയ സന്തോഷ വാർത്ത പറയേണ്ടിയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ വീഡിയോ ഇന്നത്തെ എടുത്തു, എഡിറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞ് ഡബ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ചാവക്കാട് റിലയൻസ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ ചുരിദാർ എടുക്കാറ്. ചാവക്കാട് നമ്മുടെ റിലയൻസ് എന്നാണ് കേട്ടോ ഞാൻ ചുരിദാറുകളും. ഇപ്പം ഇതൊക്കെ റിലയൻസിൻ്റെയാണ്. ഇങ്ങനത്തെ ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ റിലയൻസിൻ്റെയാണ് കേട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഒരു മിനിറ്റ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ കേൾച്ചാൽ അപ്പോൾ എല്ലാവർക്കും. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ചുരിദാറിൻ്റെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്താട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, എനിക്ക് അടുത്തേക്ക് ഞാൻ പോയി മേടിക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ എൻ്റെ പോലെ എല്ലാത്തവർക്കും ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫാഷൻ കൊണ്ട് ഓൺലൈനിൽ അവരുടെ പേജ് ഉണ്ട്, അതൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതേപോലെ റിലയൻസിൻ്റെ നമ്മുടെ ഇൻസ്റ്റ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ കയറി മെസ്സേജ് ചെയ്താലും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഓൾറെഡി ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മഞ്ഞ ചുരിദാർ, അത് ജോർജറ്റിൻ്റെ അതേപോലെ ഇപ്പം ഇതിൽ ഇങ്ങനത്തെ ഒരു കളറില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ത്രെഡും ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് അടിച്ചാലാണ് ഇതിൻ്റെ ഭംഗി അറിയാട്ടോ. ഇതിൻ്റെ ടോപ്പ് ഞാൻ അടിച്ചുതരാം. ഇതാണ് എൻ്റെ ടോപ്പ്. എൻ്റെ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കണ്ടോ, എനിക്ക് ഈ ഒരു വർക്ക് ഞാൻ കുറേ നാളായിട്ട് കണ്ടോ, ത്രെഡ് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. ക്യാമറ കുറച്ചുകൂടി താഴ്ത്തി നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലോട് ചുരിദാർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തടിയുള്ളവർക്കായാലും നല്ല ശരീരം നല്ല ഷേപ്പായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പോലെ തടിയുള്ളവർക്ക് അടിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ. കണ്ടോ, നല്ല വലിയ അത്യാവശ്യം 3XL 4XL വരെയുള്ളവർക്ക് അടിക്കാനുള്ള തുണി ഉണ്ട്. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒരു മിനിറ്റ്, പോയി മേടിക്കാൻ എനിക്ക് ടൈമില്ലാത്ത കാരണം മുടക്കി എനിക്ക് പോയി മേടിക്കാൻ നേരമില്ലാത്ത കാരണമാണ് ഞാൻ വേഗം ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട്. എനിക്ക് ഈ ഒരു കളർ കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു കളർ ഇട്ടിട്ട്. എനിക്ക് പീച്ച് പിങ്ക് അങ്ങനത്തെ കളറോടൊക്കെ ഒരു പ്രത്യേകം ഡാർക്ക് പിങ്കിനേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിനോട്. അപ്പോൾ അതിൻ്റെ ഷാളാട്ടത്. ഞാൻ വേറെ ചുരിദാറുകളൊക്കെ എനിക്ക് ഷാള് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഷാളുകളൊക്കെ ഒന്നും നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ആൾക്കാരായിട്ട് കുറ്റം പറയാറുണ്ട്, ഇഷ്ടമില്ല. പക്ഷേ ജോർജറ്റിൻ്റെ ചുരിദാറിൻ്റെ എല്ലാ ഷാളുകളും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ യൂസ് ചെയ്യാൻ അത്രയും
എളുപ്പമാണ് നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ. ഇത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ജോർജറ്റ്. ഈ ചെക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നു. ദൂടെ പോ, ദൂടെ ഇടകൂടെ ദൂടെ പോയി പോകണ്ട. ഇത് ഷാൾ ഇട്ടാണ് നമ്മള് ഇവിടെ സൂചി ഒന്നും ഞാൻ കുത്തിയിട്ടില്ല, ഒന്നും കുത്താണ്ട് ഈ ഷാൾ കിടക്കുന്നുണ്ട്. ചില മെറ്റീരിയൽ നമുക്ക് ഷാൾ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ അവരുടെ ജോർജറ്റിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനൊരു ബ്ലാക്ക് നീരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 2 ദിവസത്തിനുള്ളിൽ എത്തും. ഇത് അടിപൊളിയായിട്ടില്ല ഇതൊക്കെ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ. ഞാൻ പറ്റേ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഷാൾ ഇറക്കം കുറവുള്ളതുണ്ട്, ചുരിദാറിന് തികയാത്ത കേസുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവരുടെ എടുക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല കേട്ടോ. പല റേറ്റിൻ്റെ വരുന്നുണ്ടല്ലോ, അതാണ് അതിനെ മാറ്റുന്നത്. നോക്കി ഇതാണ് അതിൻ്റെ പാൻറ്റ് വരും കേട്ടോ. ഇത് എന്നാ അടിച്ച് കിട്ടി വിഷു അടിച്ച് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഭയങ്കര ആവേശം മുദ്ര ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ ആദി ഫാഷനും റിലയൻസ് ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പേര് പറയുകയാണെങ്കിൽ അവിടുന്ന് കുറച്ചെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരാണ്ടിരിക്കില്ല, ഉറപ്പ്. ഞാനാണ് ഉപ്പ് വളരെ ചേച്ചി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് അവർ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്താൽ ഓക്കെ.